ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയർസ് ഡിസംബർ 1, 2024 ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഈ ചാനൽ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസംബർ 1 എന്ന് പറയുന്നത് ലോക എയ്ഡ്സ് ദിനം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. അതിൽ 2024 തീം എന്ന് പറയുന്നത് ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ശരിയായ പാത സ്വീകരിക്കുക, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2023 തീം ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. കമ്മ്യൂണിറ്റികൾ നയിക്കട്ടെ എന്നതാണ് 2023 തീം. അതുപോലെ സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക്. സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക്. കുട്ടികൾക്ക് എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നടത്തുന്ന സംരംഭമാണ് ഉഷസ്. കുട്ടികൾക്ക് എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നടത്തുന്ന സംരംഭം ഉഷസ്. അതുപോലെ HIV കൗൺസിലിങ്ങും പരിശോധനയും നടത്തുന്ന കേന്ദ്രങ്ങളാണ് ജ്യോതിസ്. HIV കൗൺസിലിങ്ങും പരിശോധനയും നടത്തുന്ന കേന്ദ്രങ്ങൾ ജ്യോതിസ്. അതുപോലെ സൗജന്യ ലൈംഗിക ജന്യരോഗ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ പുലരി. പുലരി കേന്ദ്രങ്ങൾ സൗജന്യ ലൈംഗിക ജന്യരോഗ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ HIV ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1097. HIV ഹെൽപ്പ് ലൈൻ നമ്പർ 1097. അഷ്ടലക്ഷ്മി മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ്. 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക ഘടന പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ള ഉത്സവമാണ് അഷ്ടലക്ഷ്മി മഹോത്സവം. അഷ്ടലക്ഷ്മി സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, സിക്കിം. ആസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, സിക്കിം. അതുപോലെ തന്നെ മിനിസ്റ്റർ ഫോർ ഡെവലപ്മെൻറ്റ് അഫയേഴ്സ് ഓഫ് ദി നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യ. 2024 IFFK അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം കിട്ടിയത് ആൻ ഹുയി. ആൻ ഹുയിക്കാണ് 2024 IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം കിട്ടിയത്. ആൻ ഹുയി ഒരു സംവിധായികയാണ്. അതുപോലെ തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, നടിയൊക്കെയാണ്. IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടുന്ന ആദ്യ വനിതയാണ് ആൻ ഹുയി. കേരളത്തിലെ ആദ്യത്തെ ജലമരം അതായത് ലിക്വിഡ് ട്രീ സ്ഥാപിച്ചിരിക്കുന്നത് കുഫോസ് യൂണിവേഴ്സിറ്റി, അതായത് ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. കേരളത്തിൽ PhD അഡ്മിഷൻ നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥിയാണ് റിതിഷ. കേരളത്തിൽ PhD അഡ്മിഷൻ നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി റിതിഷ. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിനാണ് ജീവനേക ജീവനാകാം. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിനാണ് ജീവനേക ജീവനാകാം. ഫേഞ്ചൽ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഫേഞ്ചൽ ചുഴലിക്കാറ്റ്. അത് വീശിയത് തമിഴ്നാട്ടിൽ. ഫേഞ്ചൽ എന്നുള്ള പേര് നിർദ്ദേശിച്ചത് സൗദി അറേബ്യയാണ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂർ. 37ാമത്തെ വേദി തൃശ്ശൂരാണ്. 36ാമത്തേത് കാസർഗോഡായിരുന്നു. ഗുജറാത്തിലെ പ്രമുഖ കരകൗശല ഉൽപ്പന്നമായ ഗർച്ചോള, അതൊരു സാരിയാണ്, അതിന് GI ടാഗ് പദവി കിട്ടിയിട്ടുണ്ട്. ഗുജറാത്തിലെ പ്രമുഖ കരകൗശല ഉൽപ്പന്നമായ ഗർച്ചോള. കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം.
കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം. കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനുമായി ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനും ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. നാസയുടെ സഹകരണത്തോടെ ISRO നടപ്പിലാക്കുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യത്തിന്റെ പേരാണ് ആക്സിയം 4. ഏറ്റവും ചെറിയ മലയാള പുസ്തകം രാസരസിക. KV മണലിക്കരയുടെയാണ് ഏറ്റവും ചെറിയ പുസ്തകം രാസരസിക. അക്ബർ ചക്രവർത്തി എന്ന മിനിക്കഥ രചിച്ചത് OV വിജയൻ. അക്ബർ ചക്രവർത്തി എന്ന മിനി കഥ രചിച്ചത് OV വിജയൻ.